പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് സർവീസിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സർവീസിൽ നിയമന ഉത്തരവ് ലഭിച്ചതിന് ശേഷം പ്രവേശിക്കേണ്ട സമയപരിധിയെ സംബന്ധിച്ചാണ്. ഇത് സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സർക്കുലറുകളും സർക്കാർ ഉത്തരവുകളും നിലവിലുണ്ട്. സാധാരണയായി നിയമനാധികാരിയുടെ ഉത്തരവിൽ എന്നാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന കൃത്യമായ സമയപരിധി നിഷ്കർഷിച്ചിരിക്കും. ആ സമയപരിധിക്കുള്ളിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥിക്ക് നിയമനാധികാരിയുടെ മുന്നിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും നിയമനാധികാരിക്ക് പരമാവധി 45 ദിവസം സമയപരിധി അനുവദിച്ചു കൊടുക്കാവുന്നതുമാണ്. 45 ദിവസത്തിന് മുകളിൽ സമയപരിധി ആവശ്യമാണെങ്കിൽ അത് സർക്കാരിൽ നിന്നാണ് ലഭ്യമാക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു ജീവനക്കാരന്റെ സീനിയോറിറ്റി പരിഗണിക്കുന്നത് നിയമന ശുപാർശയുടെ ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് നിയമനം ലഭിച്ചാൽ നിയമനാധികാരിക്ക് മുന്നിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ രേഖകൾ സഹിതം അവരുടെ ശുപാർശ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ടതും അത് യോഗ്യമാണെന്ന് കണ്ടാൽ പരമാവധി 180 ദിവസം വരെ സമയപരിധി നീട്ടി നൽകുന്നതിന് നിയമനാധികാരിക്ക് തന്നെ അവകാശമുണ്ട് എന്നും പുതിയ സർക്കാർ ഉത്തരവിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കൂടാതെ സംസ്ഥാനത്തിനകത്തോ സംസ്ഥാനത്തിന് പുറത്ത് ഇന്ത്യയിലോ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിലോ കമ്പനിയിലോ ജോലി ചെയ്യുകയാണെങ്കിൽ പരമാവധി 90 ദിവസം വരെ നിയമനാധികാരിക്ക് സമയപരിധി നീട്ടി നൽകാനുള്ള അവകാശമുണ്ട്. അംഗീകൃത സർവകലാശാലകളിലോ സ്ഥാപനങ്ങളിലോ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിയമനത്തിന് സമയപരിധി ആവശ്യപ്പെടുന്നതെങ്കിൽ പരമാവധി 180 ദിവസം കൊണ്ട് 6 മാസം കൊണ്ട് ഗവേഷണം പൂർത്തിയാക്കുമെങ്കിൽ 45 ദിവസത്തിന് മുകളിലുള്ള 180 ദിവസത്തിനകം അവധി അനുവദിക്കുന്നതിന് സർക്കാരിന് അധികാരമുണ്ട്. അതിന് ഗവേഷണം നടത്തുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സഹിതം അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. 180 ദിവസത്തിന് മുകളിൽ ഗവേഷണത്തിന് അവധി ആവശ്യമാണെങ്കിൽ നമ്മുടെ KSR റൂൾ അപ്പൻഡിക്സ് 12B പ്രകാരം അവധി അനുവദിച്ചു കൊടുക്കാവുന്നതുമാണ്. കേന്ദ്ര സർക്കാർ, മറ്റിതര സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് സർവീസിൽ നിന്ന് വിടുതൽ ചെയ്ത് സംസ്ഥാന സർക്കാർ സർവീസിലേക്ക് സേവനത്തിൽ പ്രവേശിക്കാനായി പരമാവധി 90 ദിവസം വരെ സമയപരിധി നീട്ടി നൽകാൻ നിയമനാധികാരിക്ക് അധികാരമുണ്ട്. നിലവിൽ കേരള സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന് 45 ദിവസത്തിലധികം സേവനത്തിൽ നിന്ന് വിടുതൽ ചെയ്തു വരാൻ സമയം ആവശ്യമായി വരുന്ന പക്ഷം 60 ദിവസം വരെ നിയമനാധികാരിക്ക് നിയമന സമയപരിധി നീട്ടി നൽകുന്നതിനുള്ള അവകാശമുണ്ട്. എന്നാൽ നിലവിൽ ജോലി ചെയ്യുന്ന നിയമനാധികാരിയുടെ ശുപാർശ സഹിതം ഇയാൾ അപേക്ഷ സമർപ്പിച്ചിരിക്കണം എന്നുള്ളത് ആവശ്യകതയാണ്. ഏതെങ്കിലും കാരണവശാൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷ നിരസിക്കേണ്ട സാഹചര്യം വന്നാൽ അത് രജിസ്റ്റേർഡ് വിത്ത് അക്നോളജ്മെന്റായി ഉദ്യോഗാർത്ഥിയെ അറിയിക്കേണ്ടതും ഉദ്യോഗാർത്ഥി അത് ലഭ്യമായി 10 ദിവസത്തിനകം തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടതുമാണ്. ഒരാൾ ജോയിൻ ചെയ്യുന്നതിന് 90 ദിവസത്തിലധികം സമയപരിധി എടുത്താണ് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ അയാളുടെ സീനിയോറിറ്റി കണക്കാക്കുന്നത് KS&SSR ഭാഗം 2 ചട്ടം 27C പ്രൊവിസോ 1 പ്രകാരമായിരിക്കും. അതായത് അയാൾ ഈ 90 ദിവസം എടുത്തതിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതലായിരിക്കും അയാളുടെ സീനിയോറിറ്റി സർവീസിൽ കണക്കാക്കുന്നത്.